ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നിപ്പോ ഞാൻ വീഡിയോയിൽ വരെ ഒരു കാരണം ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ വേറെ ഒന്നല്ല, ഇപ്പോ ഇതേപോലെയുള്ള അമ്മമാർക്ക് നമുക്ക് വീഡിയോ ഒക്കെ ചെയ്യാനായിട്ട് ഞാൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും വീഡിയോ ഇടാനായിട്ട് ഇപ്പൊ നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ തന്നെ ഇടാനായിട്ട് പറ്റുള്ളൂ. പുറത്തേക്ക് എവിടെയും ഒന്നും പോകണില്ല. അത്യാവശ്യം എന്തെങ്കിലും കാര്യങ്ങൾക്ക് മാത്രമാണ് നമ്മൾ മക്കളെ കൊണ്ട് പോകുള്ളൂ. അപ്പൊ എനിക്കിപ്പോ 2 ദിവസം മുമ്പ് സ്കൂളിൽ പോകേണ്ടി വന്നു. അപ്പോൾ അതങ്ങനെ ചെല്ലേണ്ടതായിട്ടുള്ള ഒരു അത്യാവശ്യം വന്നു. അത് കാരണം കൊണ്ടുപോയി. പിന്നെ വേറെ എവിടെയും പോവാനായിട്ട് പറ്റണില്ല നമ്മുടെ മക്കളെ കൊണ്ട്. അപ്പൊ നമുക്കൊക്കെ ഒരു പരിധി ഉണ്ട്, നമുക്കൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. വീഡിയോക്ക് ഇടാനാണെന്നുണ്ടെങ്കിലും എന്തിനാണെങ്കിലും പുറത്തേക്കൊന്നും പോകാൻ പറ്റാത്ത കാരണം കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു വീഡിയോയിലൊന്നും കാണിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യണം. അപ്പോൾ അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പൊ ഞാനത് ആഗ്രഹിക്കുന്നുണ്ട്. കൂടുതലായിട്ട് സപ്പോർട്ട് എല്ലാവരും ചെയ്യണം. എന്നെ പോലുള്ള അമ്മമാരൊക്കെ ഒരുവിധം സപ്പോർട്ട് ചെയ്യണം എന്നാണ് ഞാൻ പറയണത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ മാക്സിമം നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇതേപോലെയുള്ള മക്കളുകൾ ഭൂമിയിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ കുറേ പേരിങ്ങനെ ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയ എനിക്കൊക്കെ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വിഷമവും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരവസ്ഥ നമ്മുടെ ലൈഫിലുണ്ട്. നമുക്ക് മൊത്തം കരയേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മളങ്ങനെ കരഞ്ഞ് തീർത്ത് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മക്കള് നേരെയാവില്ല. അപ്പൊ നമ്മള് എന്താ വേണ്ടത്? അതിനുള്ളൊരു പ്രചോദനമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ വീഡിയോയിൽ ഞാൻ പറയണത്. അപ്പൊ നമ്മള് അമ്മമാര് തന്നെ വേണം നമ്മുടെ മക്കളെ നേരേക്ക് കൊണ്ടുവരാനായാലും എല്ലാ വിഷമങ്ങളും സാഹചര്യമൊക്കെ മാറ്റി വെക്കണം. നമ്മൾ നമ്മുടെ മക്കളുടെ കൂടെ തന്നെ സ്പെൻഡ് ചെയ്യുക. കൂടുതൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സമയം ചെലവാക്കുക. നമ്മുടെ മക്കളുടെ കൂടെ തന്നെ ഇരുന്ന് കളിക്കുക, സംസാരിക്കുക. അപ്പോൾ കുറേയൊക്കെ മാറ്റങ്ങളൊക്കെ അങ്ങനെ തന്നെ വരും. പിന്നെ നമ്മൾ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, അപ്പം അങ്ങനെ കുറേ ഇതുകളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ സെന്ററുകളുണ്ട്. അപ്പം അങ്ങനെ കൊണ്ടുപോകാനായിട്ട് പറ്റാത്ത മക്കളുണ്ട് കേട്ടോ. വലിയ മക്കളുകളൊക്കെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് ഫിസിയോതെറാപ്പിക്കായാലും കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടാണ്. പിന്നെ പൈസയുടെ കുറവും എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. അപ്പോൾ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റാത്ത അമ്മമാരൊക്കെ ഉണ്ട്. കൊണ്ടുപോകാനായിട്ട് ഇപ്പോൾ എൻ്റെ സുഖമോനൊക്കെ എനിക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റണില്ല. ഇപ്പോൾ ഒരാൾ കൂടെ ഇല്ലാണ്ട് എനിക്ക് തെറാപ്പിക്കൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ എനിക്കിപ്പോൾ സുഖമോന് ഞാൻ സ്വയമാണ് ചെയ്തു കൊടുത്തോണ്ടിരുന്നത്. ഇപ്പോൾ ഒരു സാറിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ വന്ന് ചെയ്യാനായിട്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ സുറുമോനപ്പോൾ വലിയ അധികം സ്ട്രെയിൻ ചെയ്യാനായിട്ട് ഉള്ളത് ചെയ്യണ്ട. അപ്പോൾ കുറച്ച് ഫിസിയോതെറാപ്പിയും കാര്യങ്ങളും ഇപ്പൊ ഞാൻ അവിടെ കല്ലേറ്റുങ്കര സെന്ററിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവിടെ ചെയ്ത് 5 കൊല്ലം എന്തായാലും കണ്ടു നോക്കിയപ്പോൾ നിന്ന് ചെയ്തതല്ല. അപ്പൊ അങ്ങനെ ഞാൻ എന്റെ സുറുമോന് ഞാൻ സ്വയമാണ് ചെയ്ത് കൊടുത്തോണ്ടിരുന്നത് കേട്ടോ. ഇനിയിപ്പോ അടുത്ത നെക്സ്റ്റ് വീക്ക് തൊട്ട് ഒരു സാറോ അല്ലെങ്കിൽ ഒരു മാഡോ വന്ന് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർക്ക് ആഴ്ചയിൽ 2 ദിവസമായാലും നമുക്ക് മതി. അപ്പൊ അങ്ങനെയൊക്കെ കുറേ സാഹചര്യങ്ങളുണ്ട്. അപ്പൊ എല്ലാവരും എല്ലാ കാര്യങ്ങളും അതിശയിച്ചിട്ട് തന്നെയാണ് എല്ലാ അമ്മമാരും പറയുന്നത്. അപ്പൊ ഞാൻ പറയണത് വേറെ ഒന്നല്ല, നമ്മുടെ മക്കളൊക്കെ നമ്മുടെ വീടിനുള്ളിൽ 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടാനുള്ളതല്ല. സത്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മക്കള് എനിക്കിപ്പോ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നല്ല, എൻ്റെ മോനൊക്കെ ഇങ്ങനെ കുറെ പേരൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ ജീവിതം ഈ ചുവരുകൾക്കുള്ളിലായി പോവില്ലേ, വീടിനുള്ളിൽ തന്നെ നമ്മളെവിടെ പോകാൻ പറ്റണില്ല. അപ്പൊ എല്ലാം മറ്റുള്ളവർ പോകണം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ എനിക്ക് ഞാനെന്റെ സുഖം ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഇപ്പോൾ കുറെ അമ്മമാരും കുറെ സുഖമോനെ പോലെയുള്ള മക്കളുള്ള അമ്മമാരും എല്ലാവരും ഇപ്പോൾ ഒരുവിധം കൂട്ടാണ്, കമ്പനിയാണ്. അതും പല പല സ്ഥലത്തുള്ളവരാണ് കേട്ടോ, ഗൾഫിലുള്ളവരും. അപ്പൊ അങ്ങനെയൊക്കെ എല്ലാവരും നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ തന്നെ ഭയങ്കര സന്തോഷമാണ് എനിക്കിപ്പോ.